ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓറഞ്ച് ഫ്രഞ്ച് ടോസ്റ്റാണ്. നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ തയ്യാറാക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രഞ്ച് ടോസ്റ്റായത്. അതിലേക്ക് ഞാനെടുത്ത സാധനങ്ങൾ ഇവയാണ്. 6 ബ്രെഡ്, അത് ഞാൻ രണ്ടാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് കളയാം. 2 മുട്ട, 1/4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുവപ്പട്ട പൊടിച്ചത്, 1 പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു ഓറഞ്ച്, പിന്നെ ഇത് ടോസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബട്ടർ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പം ഇത് തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ബൗൾ എടുക്കാം, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്ത് മുട്ടയിലേക്ക് നമുക്കിനി ഈ ഓറഞ്ച് നന്നായി കഴുകി അതിന് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. സിനമൺ പൗഡർ ഇടാം. ഷുഗർ ഇടാം. ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് നമുക്കിനി പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ സെസ്റ്റ് എടുത്ത ഓറഞ്ച് ജ്യൂസാക്കി ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ടോസ്റ്റിനുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഞാനിത് OTG ഓവനിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്യുക. ഇനി ഒരു ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ടോസ്റ്റ് ചെയ്യാൻ പോകുന്ന ട്രേ നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. നമുക്ക് പാനിൽ ഇതുപോലെ ബട്ടർ തേച്ച് 2 സൈഡും മുരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ട്രേ ഞാൻ നന്നായിട്ട് ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് ഓരോന്നായിട്ട് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്യാം. ഒരു സൈഡ് കവറായി കഴിഞ്ഞാൽ മറ്റേ സൈഡും കവർ ചെയ്യാം.
ഇനി ഇത് നമുക്ക് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാ പീസസും നമുക്കിതുപോലെ ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ട്രേയിലേക്ക് മാറ്റാം. അങ്ങനെ ബാറ്ററിൽ നന്നായി കോട്ട് ചെയ്തെടുത്ത ബ്രെഡ് സ്ലൈസസ് നമുക്കിനി 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത OTGയിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഓവൻ 180 ഡിഗ്രിയിൽ ബോത്ത് സൈഡിൽ 5 മിനിറ്റിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു സൈഡ് നമുക്ക് നന്നായിട്ട് മുരിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു സൈഡ് നന്നായിട്ട് ടോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഇത് കുറച്ചും കൂടി ബട്ടർ തേച്ച ശേഷം മറ്റേ സൈഡ് കൂടി നമുക്ക് 5 മിനിറ്റ് ടോസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് എല്ലാ ബ്രെഡ് സ്ലൈസസും മറ്റേ സൈഡിൽ ബട്ടർ തേച്ചിട്ട് വീണ്ടും നമുക്ക് 5 മിനിറ്റ് 180 ഡിഗ്രിയിൽ ടോസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ കഴിക്കുമ്പം ഏകദേശം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തരുന്ന പോലെ ഫീലുള്ള സിമ്പിളായിട്ടുള്ള ഓറഞ്ച് ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാനിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ബ്രെഡ് വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്കൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.